ജിനോ ടെക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആരാന്നറിയോ? ഇത് നമ്മുടെ ഒബൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്കാണ്. സോ ഈ ഒരു ബൈക്ക് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തെ മോട്ടോ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമാണ്. ഏകദേശം 11ഓളം ബ്രാൻഡുകളിലെ ഒരു മൾട്ടി ഷോറൂമാണ് ഈ പറയുന്ന മോട്ടോ കണക്ട്. സോ ഈ താഴെ കാണുന്ന ബ്രാൻഡുകളിൽ എന്തെങ്കിലും എൻക്വയറീസ് അല്ലെങ്കിൽ ഒബൻ്റെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബൈക്കുകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സോ ഗൈസ്, ഒബൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ബൈക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇതിൻ്റെ ഓറഞ്ച് വേർഷൻ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, എന്നാൽ ഇതൊരു യെല്ലോ വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂ പറയാൻ പോകുന്നത് ഈ ഒരു യെല്ലോ വേർഷനിലാണ്. ഇപ്പോൾ കറൻ്റ് നമുക്ക് യെല്ലോ ആൻഡ് ഓറഞ്ച് വേർഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു പെയിൻറ്റ് സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോട്ടോയിലോ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഈസ്തെറ്റിക് അല്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള കുറച്ചുകൂടി ബെറ്റർ ഗ്രാഫിക്സിൽ ഇതിൽ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഗ്രാഫിക്സ് ഒക്കെ വളരെ പോറായിട്ട് തോന്നി. വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. പിന്നെ ഓവറോൾ ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നേക്കഡ് സ്പോർട്ട് ബൈക്കിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് എന്നുള്ള ലുക്കാണെങ്കിലും റിയർ സൈഡ് എന്നുള്ള ലുക്കാണെങ്കിലൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ലുക്കുകളാണ് ഈ ഒരു വണ്ടി നമുക്ക് തരുന്നത്. സോ ചില ഇന്റർനാഷണൽ ബൈക്ക് ബ്രാൻഡിൻ്റെ ചില മോഡൽസൊക്കെ അവിടെ ഇവിടെ എനിക്ക് ചെറുതായിട്ട് ഈ ഒരു ബൈക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഡിസൈൻ ഓക്കെയാണ്, പക്ഷേ പെയിൻറ്റ് സ്കീമും ഗ്രാഫിക്സും കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാലും വളരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു നേക്കഡ് സ്പോർട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ബൈക്ക് നല്ലൊരു ഡിസൈനാണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ സൈഡിനെ പറ്റി പറയാം. സോറി, ഇതിന് എഞ്ചിനില്ല, കാരണം ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്. ഇവിടെ ആ ഒരു എഞ്ചിൻ്റെ സ്ഥലത്ത് ഇവർ വെച്ചിരിക്കുന്നത് ബാറ്ററിയാണ്. ഇനി നമുക്കിവിടെ മോട്ടർ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ ആ ഒരു ചെറിയ പോർഷൻ ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൽ വരുന്നത് 8 കിലോവാട്ടിൻ്റെ ഒരു അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് വരുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോട്ടറാണ് വരുന്നത്. ആ ഒരു മോട്ടർ പവർ ചെയ്യുന്നത് 4.4 കിലോവാട്ട് അവറുള്ള ബാറ്ററി ബാക്കപ്പാണ്. സോ ഫാസ്റ്റ് ചാർജ് വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി 2 hours കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 2 hours കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് 187 കിലോമീറ്ററാണ് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കിലോമീറ്റർ പറയുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ വെയിറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റൈഡിങ് സ്റ്റൈൽ കൺസിഡർ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ റൈഡിങ് മോഡ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 150 കിലോമീറ്ററൊക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അത് നിങ്ങൾ എങ്ങനെ ഓടിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ റേഞ്ച് വരിക. സോ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള 0 to 40 കിലോമീറ്റേഴ്സ് 3 seconds കൊണ്ട് എടുക്കാൻ പറ്റുന്ന ടോപ്പ് സ്പീഡ് നമുക്ക് ഏകദേശം ഒരു 100 ഒക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടറും അതിന് പവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഈ ഒരു മോട്ടറും അത്യാവശ്യം ഇനഫാണ്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ റൈഡിംഗ് പോസ്റ്റർ നോക്കുകയാണെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള രീതിയിലാണ് റൈഡിംഗ് പോസ്റ്റർ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൈസിനൊരു സപ്പോർട്ട് പോലെ നമ്മൾ കാലിങ്ങനെ വെക്കുമ്പോൾ തൈക്കൊരു സപ്പോർട്ട് പോലെ ഇവിടെ ചെറിയൊരു എന്താ പറയുക ഒരു ഫൈബർ പാർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏകദേശം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ചെറിയ രീതിയിലുള്ള ഓഫ് റോഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 230 mm ഹൈറ്റിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വെള്ളത്തിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കാരണം അത്രയും വാട്ടർ വേഡിങ് കപ്പാസിറ്റി ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. ഓവറോൾ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്ററാണ്. നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ റൈഡിംഗ് പൊസിഷൻ ഓക്കെയാണ്. നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സസ്പെൻഷനെ പറ്റിയിട്ടും ബ്രേക്കിനെ പറ്റിയിട്ടും ഇതിൻ്റെ വീൽ സൈസിനെ പറ്റിയും പറയാം. സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ അത്ര അങ്ങോട്ട് രസമുള്ളൊരു സസ്പെൻഷൻ അല്ല, പക്ഷേ ഡീസൻറ്റ് സസ്പെൻഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, USD സസ്പെൻഷൻ ഇല്ല, കാരണം പ്രൈസ് റേഞ്ച് ഒരു ലിമിറ്റേഷനായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ നമുക്ക് മോണോ ഷോക്കപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല ട്രാവലുള്ള ഒരു മോണോ ഷോക്കപ്പ് സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ അവിടെയൊക്കെ നമുക്ക് വളരെ ഒരു ബ്ലാങ്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു EV ആയതുകൊണ്ട് ഒരുപാട് പാർട്സുകൾ അവിടെ ഒഴിവായി പോയതിൻ്റെ കാരണമായിരിക്കും. പിന്നെ നമുക്ക് ഫൂട്ട് റെസ്റ്റ് വരുന്നത് പോലെ അലുമിനിയം ഫിനിഷിലുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഫുട്ട് റെസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ സസ്പെൻഷനെ പറ്റി ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വൈബ്രയുടെ കാലിപ്പറിൽ 240 mm ഡിസ്കിൽ സൈസിൽ വരുന്ന ഒരു ബ്രേക്കാണ് ഇവിടെ വരുന്നത്. അതേപോലെ ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ നമുക്ക് 240 mm വൈബ്രയുടെ ബ്രേക്ക് കാലിപ്പേഴ്സാണ് വരുന്നത്. സോ ഈ ഒരു ബ്രേക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം പറയില്ല, അതുപോലത്തെ ഒരു ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ വീൽ സൈസുകളെ പറ്റി പറയുകയാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ വീൽ സൈസാണ് രണ്ട് സൈഡിലും വരുന്നത്. ടയർ സൈസും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ടയർ സൈസ് ഈ ഒരു ബൈക്കിന് കിട്ടുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ എക്സോസ്റ്റ് മിസ്സിംഗ് ആണ്, കാരണം അതൊരു EV ആണ്. അവിടെ നമുക്ക് ഒരുപാട് സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. നമ്മളൊരു സാധാരണ ബൈക്ക് കണ്ടിട്ട് ഈ ഒരു ബൈക്ക് കാണുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ്, അല്ലാണ്ട് ഒരു പാർട്സും കാര്യങ്ങളൊന്നും കുറവുണ്ടായിട്ടല്ല. ഇവിടെ ആ ഒരു എക്സോസ്റ്റ് മിസ്സായപ്പോൾ ഇവിടെ ഒരുപാട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇത് 2 അലുമിനിയം കളേഴ്സിനോട് കൂടിയിട്ടുള്ള 2 ഫ്രെയിമുകൾ കാണുന്നുണ്ട്. ഇത് മെറ്റൽ ഫ്രെയിംസ് ആണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ ഒക്കെ പെയിൻറ്റ് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നുന്നു. ഇതൊരു ബാറ്ററിക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫ്രെയിം വരുന്നത്. ഈ കാണുന്ന ആ ഒരു എഞ്ചിൻ
ഫ്രണ്ട് സൈഡിലുള്ള ഇത്രയും വലിയൊരു ഭാഗമാണ്, ആ ഒരു ഡാർക്കർ സൈഡാണ് ഇതിൻ്റെ ബാറ്ററി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഫീലിംഗ് കിട്ടാനായിട്ട് നമുക്ക് ചെറിയ ഫിന്നിൻ്റെ ഒക്കെ ഒരു മെമ്മറി കൊണ്ടുവരാനായിട്ട് അവർ ചെറിയൊരു ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രാഷ് ഗാർഡ് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അത് കാരണം പ്ലാസ്റ്റിക് കാര്യങ്ങളും ഇതൊക്കെയാണ്, അപ്പോൾ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ക്രാഷ് ഗാർഡൊക്കെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. ഒരു ബൈക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ബാറ്ററി, ഈ ബൈക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടുകളും ഇന്ത്യയിൽ നിന്ന് തന്നെ ഡിസൈൻ ചെയ്ത് വരുത്തിയിട്ടുള്ള പാർട്സുകളാണ്. മാത്രമല്ല ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ബൈക്കാണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ ബ്രാൻഡഡ് ബൈക്കാണെന്ന് പറയേണ്ടി വരും. സോ അതിൻ്റേതായിട്ടുള്ള ആ ഒരു റേറ്റിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 3 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിക്കർ മാറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഓൺ ആക്കിയാലും നിങ്ങൾക്ക് അത് കാണാനുള്ള വിസിബിലിറ്റി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത വണ്ടി വേറെ ആയിരുന്നു. സോ ഈ ഒരു ബൈക്കിൽ നമുക്ക് 3 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. ഒന്ന് ഈക്കോ മോഡ്, നോർമൽ മോഡ്, ഒന്ന് ഹാവോക്ക്. ഈ ഹാവോക്കിലാണ് നല്ല പെർഫോമൻസ് കിട്ടുന്നത്, പക്ഷേ റേഞ്ച് കുറവായിരിക്കും. 0 to 100 ഒക്കെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ആ ഒരു ഹാവോക്ക് മോഡിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പെർഫോമൻസ് ഇട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ ഇതിൽ ഹാവോക്ക് എന്നുള്ള മോഡ് ഇട്ട് ഓടിക്കാവുന്നതാണ്. ഇനി ഈ കാണുന്ന ഇത് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ മാത്രമല്ല, കാരണം നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മോഡിലേക്ക് മാറ്റാനായിട്ട് ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 ഡിഫറെൻറ്റ് മോഡുകൾ നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റാണ്. നമുക്ക് LED ആണ് വരുന്നത്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിലും LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഷാർപ്പായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ വരുന്നത്. റൗണ്ട് ഹെഡ്ലൈറ്റാണ് നമുക്കിവിടെ വരുന്നത്. ആ ഹെഡ്ലൈറ്റിലേക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലുള്ള 2 മെറ്റൽ ഫ്രെയിമുകളൊക്കെ വണ്ടിക്ക് നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. സൈഡ് ഫെയറിങ്ങിലായിട്ട് നമുക്ക് ഒബൻ്റെ ഒരു ലോഗോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് റോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റിക്കറിങ് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് ആ ഒരു ഫ്രെയിമിന് ARX ഫ്രെയിമിൻ്റെ ചില സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു ബാഡ്ജിങ് പോലെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ ഗ്രാഫിക്സിൻ്റെ ഉള്ള ആ ഒരു പ്ലസ് ആൻഡ് മൈനസ് സിമ്പിൾസ് ഒക്കെ നമുക്ക് ആ ഒരു EVയുടെ ആ ഒരു റിമംബറൻസ് നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ സൈസാണ്. ഈ ഒരു വണ്ടി 10 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു വണ്ടിയുടെ ടോർക്കായിട്ട് വരുന്നത് 60 Nm ആണ്. കാരണം ഇവിടുന്ന് ആ ഒരു സ്പ്രോക്കറ്റിൻ്റെ ആ ഒരു സൈസ് ഭയങ്കര എൻലാർജ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ടോർക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ബൈക്കിൽ കിട്ടുക. അപ്പോൾ 60 Nm ആണ് ഇതിൻ്റെ ടോർക്കായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്രയും വലിയ ഒരു സ്പ്രോക്കറ്റ് കൊടുത്തതാണ്. ആ സ്പ്രോക്കറ്റിൻ്റെ ആ ഒരു സൈസ് വണ്ടിയുടെ ലുക്കിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു ടയർ ഹഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തോ ഒന്നും നമ്മുടെ ചെളി തെറിക്കുന്നുള്ള ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെളി തെറിക്കാതിരിക്കാനുള്ള ഒരു ചെറിയൊരു മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ റോഡിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്നത് പെട്രോൾ ടാങ്ക് അല്ല, കാരണം ഇതൊരു ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് പെട്രോൾ ടാങ്ക് അല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒന്ന് ബാറ്ററി ബാക്ക് വെക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മൊബൈൽ വെക്കാനും വേണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോയെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പല ബൈക്കുകളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിയർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറുതാണ്, പക്ഷേ നല്ല ഫംഗ്ഷനിലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ റിയർ സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വളരെ ഷാർപ്പായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്പർ പ്ലേറ്റ് വരിക ഈ ഒരു ലൊക്കേഷനിലായിരിക്കും. സൈഡിലും ഡിസ്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2 മാസ്റ്റർ ചേമ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അത് വണ്ടിക്ക് നല്ലൊരു ലുക്കാണ് ഈ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ചസ് ആയിട്ട് ലൈറ്റ് കൺട്രോൾസ് വരുന്നുണ്ട്, പാസ് കൺട്രോൾസ്, അതുപോലെ തന്നെ ഹോണ്, ഇൻഡിക്കേറ്റേഴ്സ്. ഈ സൈഡിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. സീറ്റിംഗ് കംഫർട്ട് കുഴപ്പമില്ല, പക്ഷേ കുറച്ച് റിജിഡാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പില്ലിയൻ സീറ്റും ഒരു നോർമൽ കംഫർട്ടാണ് കിട്ടുന്നത്. ചെറിയൊരു 2 ഗ്രാബ് റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൈഡാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇരിക്കാമെന്നാണ് പറയുന്നത്. എന്നുവെച്ച് ഇതിലിരുന്ന് പോകാനല്ല പറയണത്, പക്ഷേ അങ്ങനെ അത്രയും എന്താ പറയുക ഒരു കോൺഫിഡൻസ് നമ്മുടെ കമ്പനിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,54,000 രൂപയാണ്. ഇതിൽ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ സ്കീംസ് ആണ് നമുക്ക് വരുന്നത്. സോ കറൻ്റ്ലി ഈ ഒരു ബൈക്കിന് ഇപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇലക്ട്രിക് ബൈക്കുകൾ എപ്പോഴും നമ്മുടെ റോഡുകളിൽ കുറവാണ്. നമ്മുടെ റിവോൾട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയൊക്കെയാണ് ഇലക്ട്രിക് ബൈക്ക് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ബ്രാൻഡുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ റോഡുകളിൽ കാര്യമായിട്ട് കാണുന്നില്ല. മെയിനായിട്ട് നമ്മുടെ റോഡുകളിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് കാണാറുള്ളത്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനിപ്പോൾ കറൻ്റ്ലി കോമ്പറ്റേറ്റേഴ്സ് ഒന്നും ഇല്ല. സോ ഇലക്ട്രിക് വണ്ടി വേണം, പക്ഷേ അത് സ്കൂട്ടർ ആകാൻ പാടില്ല, ബൈക്ക് വേണം താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ പറയുന്ന ഒബൻ റോഡ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇതുപോലുള്ള ഇലക്ട്രിക് ബൈക്കുകൾ കൂടുതൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എന്തായാലും ഒബൻ റോഡിന് നല്ലൊരു അപ്ഡേറ്റും കൊണ്ടുവന്ന് കുറച്ച് ഡിസൈനിലും അതിൻ്റെ പെയിൻറ്റ് സ്കീമിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയും നല്ല രീതിയിലുള്ള അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, ഒബൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുന്നംകുളത്തിനടുത്ത പാറാമ്പാടത്തുള്ള മോട്ടോ കൺട്രിലേക്ക് വരണം. അപ്പോൾ എന്താണ് ഈ ഒബൻ ബ്രാൻഡിനെ പറ്റിയിട്ട് പൊതുവെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു അത്യാവശ്യം എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. കേരളത്തിൽ നമ്മളിപ്പോൾ തൃശ്ശൂർ കുന്നംകുളം മോട്ടോ കണക്റ്റിൽ നമ്മളിവിടെ
ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് ഈ കുന്നോളം ഓട്ടോ കണക്റ്റിലേക്ക് വരാം. ഇതിന് ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്? പ്രൈസ് റേഞ്ച് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,54,810 വരുന്നത്. 1,54,000 നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ശരി. അപ്പോൾ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സർവീസിന് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. എൻ്റെ പേര് അജിത്ത് എന്നാണ്. നമുക്കിപ്പോൾ സർവീസ് ഓരോ 5000 കിലോമീറ്ററിൽ വെച്ചിട്ടാണ് വണ്ടി സർവീസ് വരേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ വെച്ചാൽ അത്ര വലിയ സർവീസ് കോസ്റ്റ് ഒന്നും വരുന്നില്ല. മറ്റു വണ്ടികളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ സർവീസ് കോസ്റ്റ് വരുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ തന്നെ സർവീസ് ഓപ്പൺ ആണ്. ഇപ്പൊ നമ്മുടെ പെട്രോൾ ബൈക്കുകൾ എടുക്കുകയാണെങ്കിൽ പെട്രോളിന് ഭയങ്കര എക്സ്പെൻസ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ചാർജിങ്ങിന് എങ്ങനെയാണ് ഒരു തവണ ചാർജിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? ഒറ്റ ചാർജില് നമുക്കൊരു 31 രൂപ ചാർജിന്റെ. 31 രൂപയ്ക്ക് നമ്മൾ ഈ പറയുന്ന 150 കിലോമീറ്റർ സംതിങ് റേഞ്ച് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് വേറൊരു കാര്യം കേട്ടോ. നമ്മൾ 1,54,000 രൂപയ്ക്ക് മേടിക്കുന്ന ഈ ഒരു വണ്ടി പിന്നെ നമുക്കൊരു 31 രൂപ ഒരു ചാർജിങ്ങിന് വേണ്ടി നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഏകദേശം 150 കിലോമീറ്ററോളം കിട്ടുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മോട്ടോ കണക്ട് തന്നെ നമ്മുടെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ സർവീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി കിട്ടുകയാണ്. പിന്നെ നമ്മുടെ സാധാരണ പെട്രോൾ അടിക്കുന്ന ബൈക്കുകളിലുള്ള പോലത്തെ സർവീസ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്കിങ്ങും അതുപോലെ ചില സോക്കറ്റ്സ് ക്ലിയർ ആക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. ബ്രേക്ക് സെറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സർവീസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സൈനിങ് ഓഫ് ജിനോ ടെക് വ്ലോഗ്സ്.